ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ഗിംബലിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. ഞാനൊരു പുതിയ ടൂൾ വാങ്ങിയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗിംബൽ എന്ന് പറയുന്ന ടൂള്. വീഡിയോ ഒരു പ്രൊഫഷണൽ ലുക്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്പെടുന്ന ഒരു ടൂളാണ് ഗിംബൽ. ഓസ്മോ 3 എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, കാരണം എന്നെ പോലെ വീഡിയോ ചെയ്യുന്ന യൂട്യൂബിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഗുണമാവും. കാരണം ഇതുപോലെ നല്ലൊരു പ്രൊഡക്റ്റാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ ഒക്കെ ഒരു പെർഫെക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത്. ആ ഗിംബലിൻ്റെ കുറച്ച് സവിശേഷതകൾ, അതിൻ്റെ ഉപയോഗങ്ങൾ, ബാലൻസിങ് കാര്യങ്ങളൊക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗിംബൽ കേട്ടോ. അല്ല, കാണുവാൻ അത്യാവശ്യം ഭംഗിയിൽ തന്നെയാണ്. ഇത് ഓസ്മോ 3 നമ്മൾ DJIയുടെ പ്രൊഡക്റ്റാണ് കേട്ടോ. അത് DJI അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, എന്നിരുന്നാലും നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാമല്ലോ. കാരണം ചെറിയ പ്രൈസിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുള്ള മറ്റു ബ്രാൻഡുകൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ, പക്ഷേ നമുക്ക് ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നല്ല ഫിനിഷിങ് പ്രൊഡക്റ്റാണ് DJI ഓസ്മോ 3 എന്ന് പറയുന്നത്. ഓസ്മോ 3 എടുക്കാനും കാരണം ബാറ്ററി ലൈഫ് അത്യാവശ്യം ഉണ്ടെന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാലൻസിങ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ. ഞാൻ ട്രൈപോഡ് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്കതൊരു നല്ല രീതിയിൽ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രൈപോഡ് വേണമെന്നൊന്നുമില്ല, കൈ പിടിച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക. ഈ ഒരു ആംഗിളിൽ ഇതിനെ ഹോൾഡ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഈ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, DJIയുടെ സിമ്പിൾ, ഇത് കറക്റ്റായിട്ട് നോക്കണം. ഈ DJI ഇതേപോലെ തന്നെ കിടക്കണം. അതേപോലെ തന്നെ നമ്മൾ ആദ്യം വേണ്ടത് ഹോറിസോണ്ടലായിട്ടാണ് ഫോണിനെ നമ്മൾ ബാലൻസ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഈ ക്യാമറയുടെ ഫോണിൻ്റെ ഏരോ കൊടുത്തിട്ടുണ്ട്. ക്യാമറ ഏത് സൈഡിലേക്കാണ് വെക്കേണ്ടത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫോണിനെ ആദ്യം ഒന്ന് ഹോറിസോണ്ടലായിട്ട് ബാലൻസ് ചെയ്യാം. അപ്പോൾ ഫോണിനെ ഇതുപോലെ വെച്ചിട്ട് ഫോൺ ഹോൾഡ് ചെയ്യുമ്പോൾ ഇതാക്കണം, അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ അല്പം ഇത് വെച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുക. ആണോ? ഇപ്പോൾ ഫോൺ ഹോറിസോണ്ടലായിട്ട് ഇപ്പോൾ ബാലൻസ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വെർട്ടിക്കലായിട്ട് നമുക്ക് ബാലൻസ് ചെയ്യണം. വെർട്ടിക്കലായിട്ട് ബാലൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കണ്ടോ, ഇത് വെർട്ടിക്കലായിട്ട് ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ, ഇവിടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെർട്ടിക്കലിൽ നമ്മൾ ഇത് ശരിയാക്കേണ്ടത്. ഇതിനെ കുറച്ച് ഇങ്ങോട്ട് നീക്കി കൊടുത്താൽ കണ്ടോ. അപ്പോൾ വെർട്ടിക്കലായിട്ടും ബാലൻസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഫോണിൽ ആദ്യം നമ്മൾ DJI ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം പ്ലേ സ്റ്റോറിൽ നിന്ന്. അതുപോലെ തന്നെ എന്നിട്ട് ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് ഇടുക. ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മളുടെ സിസ്റ്റത്തെ, നമ്മുടെ ഈ ഒരു DJI നമ്മൾ ഓസ്മോ 3 കണക്ട് ചെയ്യാനുണ്ട് ഫസ്റ്റ് ടൈമിൽ. അപ്പോൾ ഇനി നമുക്കിതിനെ ഓണാക്കാം. ഫോൺ ഓണായി. ഈ ഒരു മോഡ് ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇത് തന്നെയാണ് പവർ ഓഫും അതേപോലെ തന്നെ പവർ ഓൺ ബട്ടണും. ഇതുമേ തന്നെയാണ് ഒരുപാട് മോഡുകളുള്ളത്. നമ്മളൊരു ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇതിനെ ഹോറിസോണ്ടലായിട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അതുപോലെ തന്നെ ക്യാമറയുടെ പൊസിഷൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്കിലൊരു ബട്ടൺ ഉണ്ട്. അത് നമ്മൾ ഒരു ഡബിൾ ടാപ്പ് ചെയ്താൽ, ഒരു ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ക്യാമറയുടെ പൊസിഷൻ ശരിയാക്കാൻ കഴിയും. ക്യാമറയുടെ ബട്ടണാണ്. നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനും അതേപോലെ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ഇത് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ ഇത് ജോയ്സ്റ്റിക്കാണ്. ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനൊക്കെ കഴിയും.
പിന്നെ ഇത് സൂം ചെയ്യുന്ന നമുക്ക് DJI ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് സൂമിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബട്ടണാണ് ഇത് കേട്ടോ. നല്ല സ്മൂത്ത് സൂമിങ് ആണ് നമുക്കതിൽ കിട്ടും. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തും. നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, സി യു.